വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ദിനപത്രങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതുപോലെ തന്നെ അനുബന്ധ വസ്തുതകളും തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന സെയിൽസ്മാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാവും ഈ വീഡിയോ. അതുപോലെ തന്നെ ഓൾറെഡി പഠനം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒരു റിവിഷൻ കൂടിയായിട്ട് ഈ ക്ലാസ് ഉപയോഗിക്കാം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മിതവാദി പത്രം 1907 തലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ചത് ആരാണ്? മൂർക്കോത്ത് കുമാരൻ. മിതവാദി പത്രം 1913 കോഴിക്കോട് നിന്ന് പുനർ ആരംഭിച്ചത് ആരാണ്? സി കൃഷ്ണനാണ്. 1907 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏതാണ്? മിതവാദി. 1907 കുമാരനാശാന്റെ വീണപ്പൂവ് പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? അതും മിതവാദി തന്നെയാണ്. മലബാറിലെ ഏത് പത്രമാണ് തീയരുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്? മിതവാദി. മലയാളി എന്ന മാസികയുടെ ആദ്യ പത്രാധിപൻ ആരാണ്? പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. 1904 സ്ഥാപിതമായ ഏത് പ്രസിദ്ധീകരണമാണ് അവശ്യ വിഭാഗങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുകയും ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയും ചെയ്തത്? വിവേകോദയം. കേരളത്തിലെ മൂന്നാമത്തെ മലയാള പത്രം ഏതാണ്? ജ്ഞാന നിക്ഷേപം. ഹെർമൻ ഗുണ്ടർട്ടിന്റെ കേരള പഴമ, കേരള ഉൽപ്പത്തി എന്നീ ഗ്രന്ഥങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏതാണ്? മലയാളത്തിലെ രണ്ടാമത്തെ പത്രമായ പശ്ചിമോദയത്തിലാണ്. സമദർശി എവിടെ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തിരുവനന്തപുരം. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനി. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ പത്രം ഏതാണ്? സമദർശി. സമദർശി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുളക്കുന്നത്ത് രാമൻ മേനോൻ. സമദർശി പത്രം അടിച്ചമർത്താൻ 5ാം റെഗുലേഷൻ എന്ന പേരിൽ പത്രനിയമം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരാണ്? എം.ഇ. വാട്സ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏതാണ്? പ്രഭാതം. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഇ.എം.എസ്. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? മാതൃഭൂമി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് അറിയപ്പെടുന്ന പത്രം ഏതാണ്? കേസരി. പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? കേസരി ബാലകൃഷ്ണപിള്ള. കേരള പത്രിക എന്ന മാസികയുടെ പത്രാധിപരായിരുന്ന വ്യക്തി ആരാണ്? കെ രാമകൃഷ്ണപിള്ള. ഏത് പ്രസിദ്ധീകരണത്തിന്റെ മാതൃകയിലാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ കേരള പത്രിക ആരംഭിച്ചത്? അമൃത് ബസാർ പത്രിക. മുസ്ലിം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് എന്നാണ്? 1906 വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രം ഏതാണ്? യുവ ഭാരതം. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ കെ.പി. കേശവമേനോൻ ആരംഭിച്ച പത്രം ഏതാണ്? മാതൃഭൂമി. മലബാറിൽ നിന്നും ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ്? കേരളോപകാരി. കേരളമിത്രം പ്രസ് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. കേരളമിത്രം പ്രസ് ആരംഭിച്ച വ്യക്തി ആരാണ്? ദേവ്ജി ഭീംജി. ദേവ്ജി ഭീംജിയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്നും പുറത്തിറങ്ങിയ മറാത്തി മാസിക ഏത്? കേരള കോഗിൻ. നവജീവൻ പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണ്? തൃശൂർ. നവജീവന്റെ ആദ്യ എഡിറ്റർ ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 1944 കോഴിക്കോട് നിന്നും പുറത്തിറങ്ങിയ ദിനപത്രം ഏതാണ്? പൗരസാക്ഷി.
വിദേശ വാർത്തകൾക്കായി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രം ഏതാണ്? സ്വദേശാഭിമാനി. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര മാസിക ഏത്? പശ്ചിമോദയം. പ്രഭാതം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നാണ്? പാലക്കാട്, ഷൊർണൂരിൽ നിന്ന്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡിന്റെ എഡിറ്റർ ആരാണ്? GP പിള്ള. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതാണ്? സന്ദിഷ്ടവാദി. സന്ദിഷ്ടവാദി പത്രത്തിലൂടെ വിമർശിക്കപ്പെട്ട തിരുവിതാംകൂർ ദിവാൻ ആരാണ്? മാധവരായർ. 1867 സന്ദിഷ്ടവാദി പത്രം സ്ഥാപിച്ചത് ആരാണ്? WH മൂർ. തിരുവിതാംകൂർ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ആദ്യത്തെ പത്രം ഏതാണ്? സ്വരാട്. ഭാഷാ പോഷണിയുടെ സ്ഥാപക പത്രാധിപർ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് ആരാണ്? CV കുഞ്ഞിരാമൻ. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏതാണ്? ദീപിക. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്ന കാലഘട്ടം ഏതാണ്? 1906 മുതൽ 1910 വരെ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പത്രങ്ങളെ കുറിച്ച് പഠിക്കണം. പത്രങ്ങളുടെ ക്ലാസ്സുകൾ ഇനിയും അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ളത് അപ്ലോഡ് ചെയ്യാം. ഒരുമിച്ച് നിങ്ങൾക്ക് കുറേയധികം പത്രങ്ങളുടെ പേരുകളും വ്യക്തികളും വർഷങ്ങളൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.